നമസ്കാരം. കലയും കരുത്തും പാരീസ് വിസ്മയം. കായിക ലോകത്തെ വിസ്മയത്തിന് ഇന്ന് തിരിതെളിയും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 11-നാണ് പാരീസ് ഒളിമ്പിക്സിന് ഔദ്യോഗിക തുടക്കം. 206 രാജ്യങ്ങളിൽ നിന്നുള്ള 10,000-ലേറെ കായിക താരങ്ങളാണ് ഇവിടെ മാറ്റുരയ്ക്കുന്നത്. 100ഓളം രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും. ഭിന്നിപ്പിന്റെ പ്രതിലോമ ചിന്തകളെ ഒന്നിപ്പിന്റെ സംസ്കാരമാക്കി മാറ്റുന്ന രംഗം. ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് പാരീസ് ഒളിമ്പിക്സിന് വേദിയാകുന്നത്. ഒളിമ്പിക്സ് വെറുമൊരു കായിക മാമാങ്കം മാത്രമല്ല, അതൊരു സാംസ്കാരിക സമന്വയ വേദി കൂടിയാണ്. കായിക മത്സരങ്ങളോടൊപ്പം കലയും ഇവിടെ കൈകോർക്കും. ലോക പ്രശസ്ത കലാപ്രതിഭകൾ ഉദ്ഘാടന ചടങ്ങ് കൊഴുപ്പിക്കാൻ പാരീസിൽ എത്തിയിട്ടുണ്ട്. കലയും സാഹിത്യവും പാരീസിന്റെ സാംസ്കാരിക ചരിത്രത്തിന്റെ ഭാഗവുമാണ്. ഓരോ ഒളിമ്പിക്സും വൈവിധ്യമുള്ളതാക്കാൻ സംഘാടകർ ശ്രമിക്കാറുണ്ട്. പാരീസിലും അത് തുടരും. പല ചടങ്ങുകളും രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി സ്റ്റേഡിയത്തിന് പുറത്ത് ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നു എന്ന പ്രത്യേകതയും പാരീസ് ഒളിമ്പിക്സിനുണ്ട്. സെൻ നദിയിൽ ബോട്ടുകളിലാണ് കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മാർച്ച് പാസ്റ്റ് അവസാനിക്കുന്ന സെൻ നദിക്കരയിലുള്ള ട്രൊക്കാദിറോ ഗാർഡനിലാണ് ഒളിമ്പിക്സിന് തുടക്കം കുറിച്ചുകൊണ്ട് ദീപം തെളിക്കുന്നത്. ഒളിമ്പിക്സിന്റെ പ്രൗഢ ചരിത്രത്തോടൊപ്പം ആധുനികതയുടെ അത്ഭുത ദൃശ്യങ്ങളും പാരീസിൽ ദൃശ്യമാവും. ബ്രേക്കിംഗ് എന്ന പേരിൽ ബ്രേക്ക് ഡാൻസ് ഒരു ന്യൂജൻ മത്സര ഇനമായി ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 32 പേരാണ് ഈ മത്സര ഇനത്തിൽ മത്സരിക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വളർച്ച ലോകം മുഴുവൻ പാരീസിലെ കൗതുക കാഴ്ചകൾ ആസ്വദിക്കുവാനുള്ള അവസരമൊരുക്കും. പാരീസിലും പരിസരത്തും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് സംഘാടകരെ അല്പം ആശങ്കപ്പെടുത്തുന്നുണ്ട്. സമാധാനത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ആഗ്രഹമാണ് ഒളിമ്പിക്സിന്റെ സന്ദേശമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. സമാധാനത്തിന്റെ സന്ദേശവാഹകരും യുവജനങ്ങൾക്ക് മാതൃകയുമായി കായിക താരങ്ങൾ മാറണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. യൂറോപ്പിന്റെ കുടിയേറ്റ അനുകൂല നിലപാടുകൾ അവർക്ക് തന്നെ കനത്ത തിരിച്ചടിയായി മാറുമ്പോൾ തീവ്ര ചിന്തകൾ വേരുപിടിക്കും. ഒളിമ്പിക്സ് ഇന്ന് ആരംഭിക്കാനിരിക്കെ ഫ്രാൻസിലെ നോർത്ത് ദാം പള്ളിയിലുണ്ടായ തീവ്രവാദ ആക്രമണം ആശങ്ക പരത്തുന്നുണ്ട്. ബുധനാഴ്ച ഉച്ചയ്ക്കാണ് ഒരു യുവാവ് പള്ളിയിൽ അതിക്രമിച്ചു കടന്നത്. 4 വർഷം മുമ്പ് ഇതേ ദേവാലയത്തിൽ നടന്ന ഭീകരാക്രമണത്തിൽ ദേവാലയ ശുശ്രൂഷയും 2 ഇടവക അംഗങ്ങളും കൊല്ലപ്പെട്ടിരുന്നു. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിൽ 117 കായിക താരങ്ങളാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഹരിയാനയിൽ നിന്നാണ് 24 പേർ. 2ാം സ്ഥാനത്ത് പഞ്ചാബാണ്, 19 താരങ്ങൾ. കേരളത്തിൽ നിന്ന് 7 പേർ. ജമ്മു കാശ്മീർ ഉൾപ്പെടെ ഒരാൾ പോലും ഇല്ലാത്ത സംസ്ഥാനങ്ങളുമുണ്ട്. 2004-ൽ ഒരു വെള്ളി മാത്രം നേടി 65ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. 2021-ലെ ടോക്കിയോ ഒളിമ്പിക്സിൽ 1 സ്വർണവും 2 വെള്ളിയും 4 വെങ്കലവും നേടി 48ാം സ്ഥാനം വരെ എത്തിയിട്ടുള്ളൂ. നമുക്കിനിയും ഏറെ ദൂരം താണ്ടാനുണ്ടെന്ന് ചുരുക്കം. കായിക രംഗത്തിന്റെ വളർച്ചയ്ക്ക് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പലതും പതിരാകുന്നു. കായിക സംഘടനകളുടെ ചക്കളത്തി പോരാട്ടവും പരിശീലകരുടെയും ഭാരവാഹികളുടെയും പേരിൽ ഉയരുന്ന ആരോപണങ്ങളും നമ്മുടെ കായിക രംഗത്തെ ദുർബലമാക്കുന്നു. കായിക അധ്യാപക സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക, കായിക വിദ്യാഭ്യാസം നിർബന്ധിത വിഷയമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കായിക അധ്യാപക സംഘടനാ പ്രതിനിധികൾ ഇന്നലെ കോട്ടയത്ത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയിരുന്നു. 1984-ലെ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ സെക്കൻഡിന്റെ 100 PT ഉഷയ്ക്ക് മെഡൽ നഷ്ടമായതിന്റെ വേദന രാജ്യത്തെ കായിക പ്രേമികൾക്ക് മറക്കാനാവില്ല. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഹോക്കി വെങ്കല മെഡൽ നേട്ടത്തിന് കാരണക്കാരനായ PR ശ്രീജേഷ് ഇത്തവണയും പ്രതീക്ഷ ഉണർത്തുന്നു. ഒളിമ്പിക്സിൽ കേരളത്തിന്റെ പ്രാതിനിധ്യത്തെക്കാളേറെ ആശങ്കപ്പെടുത്തുകയും അപമാനമാകുന്നതും ഈ സംഘത്തിൽ ഒരു മലയാളി വനിതാ താരം ഇല്ലെന്നത് തന്നെ. PT ഉഷയുടെയും ഷൈനി വിൽസന്റെയും അഞ്ജു ബോബി ജോർജിന്റെയും ഒക്കെ പാരമ്പര്യവും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതല്ലേ. നമസ്കാരം.